ഹലോ ഫ്രണ്ട്സ്, ഒരു സ്മാർട്ട് ടി വി വാങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. പലതരം ടി വികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും താഴെ വരുന്നതാണ് LED, അതിൻ്റെ തൊട്ട് മുകളിൽ QLED, അതിൻ്റെ തൊട്ട് മുകളിൽ OLED, പിന്നെ മിനി LED. ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി ULED പോലുള്ളതും വരുന്നുണ്ട്. 15,000 രൂപയ്ക്ക് താഴെ നിങ്ങളൊരു ടി വി വാങ്ങുന്നതുണ്ടെങ്കിൽ അത് 32 ഇഞ്ച് ആണെങ്കിൽ ഫുൾ HD ടി വി തന്നെ പ്രിഫർ ചെയ്യുക. ഒരിക്കലും HD ടി വി വാങ്ങരുത്. ഇനി 15,000 രൂപ മുതൽ 25,000 രൂപ വരെയുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 4K ടി വി തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതുപോലെ അതിന് മുകളിലോട്ട് പല പല പ്രൈസ് റേഞ്ചിലുണ്ട്. ഇനി നമുക്ക് ഏത് ടി വി സെലക്ട് ചെയ്യണം നിങ്ങളുടെ റൂമിൻ്റെ സൈസ് അനുസരിച്ചെന്ന് നമുക്ക് നോക്കാം. 4 തൊട്ട് 6 വരെ ഫീറ്റ്, അതായത് 4 to 6 ഫീറ്റ് ആണ് നിങ്ങളുടെ വ്യൂയിങ് ഡിസ്റ്റൻസ്. അതായത് നിങ്ങൾ ടി വി കാണാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ടി വി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വരെയുള്ള നാവിലെ ദൂരം 4 തൊട്ട് 6 അടി വരെ ആണെങ്കിൽ 32 ഇഞ്ച്, അതായത് 32 ഇഞ്ചിൻ്റെ ടി വി ആണ് ബെസ്റ്റ്. അതുപോലെ ഇതേ ഡിസ്റ്റൻസ് തന്നെ 43 ഇഞ്ചും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി 6 തൊട്ട് 8 അടി വരെ 6 to 8 ഫീറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 43 to 55, 43 തൊട്ട് 55 ഇഞ്ച് വരെ ഉള്ള ടി വി പ്രിഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ ബെസ്റ്റ് ആയിട്ട് ഒരു ഐഡിയൽ സൈസ് എന്ന് പറയുന്നത് 50 ഇഞ്ചാണ് 6 to 8 ഫീറ്റിൽ. ഇനി 8 ഫീറ്റിന് 8 അടിക്ക് മുകളിലാണ് നിങ്ങളുടെ കാണുന്ന ആ ഒരു ദൂരം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 55 to 65, 55 തൊട്ട് 65 ഇഞ്ച് വരെയുള്ള ടി വി പ്രിഫർ ചെയ്യാവുന്നതാണ്. ഇനി അതിനെക്കാട്ടി കൂടുതൽ വലിയ റൂമാണ് ഉറപ്പായിട്ടും 75 തൊട്ട് 85 വരെയുള്ള ഇഞ്ച് ടി വികൾ പ്രിഫർ ചെയ്യാം. പക്ഷേ ഈ ഒരു പിന്നെ നമ്മുടെ സൈസ് കൂടുന്നതനുസരിച്ച് വിലയിൽ വ്യത്യാസം വരുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ റെസൊല്യൂഷനാണ് നോക്കേണ്ടത്. 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾ വാങ്ങുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ HD ഓക്കെ ആയിരിക്കും. പക്ഷേ 20,000 രൂപയ്ക്ക് മുകളിൽ ടി വി വാങ്ങുന്നെങ്കിൽ ഉറപ്പായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4K ടി വി തന്നെ പ്രിഫർ ചെയ്യുക. അടുത്തായിട്ട് ബ്രൈറ്റ്നസ് ആണ്. 400 നിറ്റ്സിൽ കൂടുതൽ ബ്രൈറ്റ്നസ് ഉള്ള ടി വി മാത്രമേ നിങ്ങൾ ഏത് കാറ്റഗറിയിലും പ്രിഫർ ചെയ്യാവൂ എന്നുള്ളത്. കാരണം ബ്രൈറ്റ്നസ് നമ്മുടെ ടി വിയുടെ ആ ഒരു പിക്ചർ ക്വാളിറ്റിയെ വളരെയധികം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ഈ പോർട്സ്, അത് നമ്മളെ USB, HDMI പോലുള്ള കാര്യങ്ങൾ 2 HDMI മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ ഈ ARC പോർട്ട് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് പോലുള്ള കാര്യങ്ങൾ പ്ലേ ചെയ്യാൻ നല്ലതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഗെയിം കളിക്കുന്നവർക്കൊക്കെ ലേറ്റൻസി, ലോ ഇൻപുട്ട് ലാഗ് വരുന്ന ഫീച്ചർ ഉണ്ടോ എന്ന് കൃത്യമായി ചെക്ക് ചെയ്യുക. അത് 20 മില്ലി സെക്കൻഡിന് താഴെ. അതുപോലെ ALLM എന്ന് പറഞ്ഞൊരു ടെക്നോളജിയാണ്, ഓട്ടോ ലോ ലേറ്റൻസി മോഡ്. ഇതും ഉണ്ടെന്ന് ഗെയിമിങ്ങിന് വേണ്ടി എടുക്കുന്ന ടി വിക്ക് ഉറപ്പാക്കുക. അല്ലെങ്കിൽ നോർമലിൽ ഇതിൻ്റെ ആവശ്യം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. ഇനി Wi-Fi 6E തന്നെ ഉണ്ടെന്ന്, ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, ഉയർത്തുക. ബ്ലൂടൂത്ത് 5.3 ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓഡിയോ ബെറ്റർ ആയിട്ട് എൻ്റെ ഒരു പ്രിഫറൻസ് വെച്ചിട്ട് എപ്പോഴും ഓഡിയോ നമുക്ക് ടി വിയിൽ ഉള്ള സ്പീക്കറിന് നമുക്ക് വിചാരിക്കുന്ന അത്ര ഓഡിയോ എക്സ്പീരിയൻസ് തരാൻ ഒരിക്കലും കഴിയില്ല. അത് പല ഫീച്ചറും പല കമ്പനിക്കാരും പറയുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര എഫക്റ്റീവ് അല്ല. നിങ്ങൾക്ക് അത്രയ്ക്കും നല്ല സൗണ്ട് ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു സൗണ്ട് ബാറോ അല്ലെങ്കിൽ സബ്വൂഫറോ വാങ്ങി കൂടെ വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ടി വിക്ക് മിനിമം 20 വാട്ട് ഔട്ട്പുട്ടുള്ള സ്പീക്കർ ഉള്ളത് വാങ്ങുക. മിനിമം 2 GB റാം എങ്കിലും ഉള്ളത് വാങ്ങുമ്പോൾ 3 GB to 32 അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് സ്റ്റോറേജ് ഉള്ളത് ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓരോ ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഈ സ്ക്രീൻ നിങ്ങൾക്ക് റിമോട്ടിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കും. അപ്പോൾ അത് മൈൻഡിൽ വയ്ക്കുക. പിന്നെ വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ നിങ്ങളുടെ യൂസേജിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഏതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത് ആൻഡ്രോയിഡ് ടി വി, ഇപ്പം നമുക്ക് ഗൂഗിൾ ടി വി എന്ന് കേൾക്കുന്നു. പിന്നെ ടൈസൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അത് നമുക്ക് സാംസങ് ടി വികളിൽ കാണപ്പെടുന്ന ഒരു വോയിസാണ്. LG ടി വികളിൽ കാണപ്പെടുന്ന വോയിസിൻ്റെ പിന്നെ വെബ് വോയിസ്. അപ്പോൾ താരതമ്യേന ഇതിൽ ഫസ്റ്റ് റാങ്ക് എൻ്റെ ഒരു ഇതിൽ കൊടുക്കുന്നത് ഗൂഗിൾ ടി വിക്ക് തന്നെ ആയിരിക്കും. അതിൻ്റെ ആപ്പ് എക്കോ സിസ്റ്റം വളരെ ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ രണ്ടാമത് കൊടുക്കുന്നത് വെബ് വോയിസിനാണ്. അതൊരു ഫാസ്റ്റ് ആയിട്ടും അതിൻ്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വെബ് വോയിസാണ്. ടൈസൺ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം 3ാമത്തെ റാങ്കിങ് നമുക്ക് കൊടുക്കാം. ഇൻ്റർഫേസിൻ്റെ കാര്യത്തിൽ, അതായത് നമുക്ക് യൂസേജ് ഇൻ്റർഫേസ് ഉപയോഗിക്കാനുള്ള ആ ഒരു എളുപ്പവും കാര്യം നോക്കുന്ന ഉറപ്പായിട്ടും ഗൂഗിൾ ടി വി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഗെയിമിംഗ് ആണ് നിങ്ങളുടെ പ്രിഫറൻസ് എങ്കിൽ ഗൂഗിൾ ടി വി അല്ല അതിൻ്റെ ബെസ്റ്റ് ആയിട്ട് വരുന്നത് സാംസങ്ങും LGയും. അതായത് ടൈസണും വെബ് വോയിസ് ഒക്കെയാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കണ്ടൻറ്റാണ് ഇമ്പോർട്ടൻറ്റ് ഈ കാലം. നമുക്ക് പല പല OTT പ്ലാറ്റ്ഫോംസ് അതുപോലെ കണ്ടൻറ് ബേസ്ഡാണ് നിങ്ങളെ ആവശ്യമെങ്കിൽ ഉറപ്പായിട്ടും ഗൂഗിൾ ടി വിയാണ് ബെസ്റ്റ്. പിന്നെ സാംസങ്ങിൻ്റെ ഡിവൈസസ് ആണ് നിങ്ങളുടെ കയ്യിൽ കൂടുതലെങ്കിൽ സാംസങ്
അതിൻ്റെ ഒരു ബെസ്റ്റ് എക്കോ സിസ്റ്റം ആ ഒരു സാംസങ്ങിന് തരാൻ കഴിയും. സോ ഗോ ഫോർ Ryzen OS. പിന്നെ വെബ് OSൻ്റെ കാര്യം പറയണമെങ്കിൽ ഒരു സ്നാപ്പി സിമ്പിൾ യൂസേജ് ഇൻ്റർഫേസ് ആണ് വെബ് OS കൊടുത്തിട്ടുള്ളത്. ഇനി ഏറ്റവും അവസാനത്തിന് തൊട്ട് മുന്നോട്ട് ചോദിക്കുന്ന ഒരു ഓൺലൈൻ വേണോ ഓഫ്ലൈൻ വേണോ പലരും ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ കടയിൽ പോയി എടുക്കണോ ഓൺലൈനിൽ നിന്ന് എടുക്കണോ? ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഓഫ്ലൈൻ നിങ്ങൾ കടയിൽ പോയി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് TV കണ്ട് അത് യൂസ് ചെയ്ത് എടുക്കാം. പക്ഷേ എന്തെങ്കിലും ഫെസ്റ്റിവൽ സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ എടുക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപാട് ഓഫറും കാര്യങ്ങളും ഓൺലൈനിൽ ആ സമയത്ത് കൂടുതലായിട്ട് കാണപ്പെടും, കാർഡ് ഓഫറും കാര്യങ്ങളും ഒക്കെ. ഇനി അപ്ഡേറ്റ്സിൻ്റെ കാര്യം വെബ് OSും Ryzen OSും കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ആൻഡ്രോയിഡ് ഈ ഗൂഗിൾ TV തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലേറ്റവും കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ബെസ്റ്റായിട്ടുള്ള ബ്രാൻഡ്സ് നിങ്ങൾ പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഒരു പേര് കേട്ടിട്ടില്ലാത്ത ബ്രാൻഡൊക്കെ നമ്മൾ ഓൺലൈനിൽ 4K TV ഈ ചെറിയ പൈസയൊക്കെ കൊടുക്കുന്നതായിട്ട്. പക്ഷേ അത് നമുക്ക് 4K ആയിരിക്കത്തില്ല, വെറുതെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ക്രഞ്ച് കൂട്ടി തരുന്നതായിരിക്കും. സോ ഗോ ഫോർ ദ ബെസ്റ്റ് ബ്രാൻഡ്. കാരണം നിങ്ങൾക്ക് സർവീസ് ഒരു ഇഷ്യൂ ആവാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നല്ല ബ്രാൻഡുകൾ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ ഏറ്റവും ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ നിങ്ങൾ TV ഓർഡർ ചെയ്യുന്നതിന് മുന്നേ മനസ്സിൽ ഉറപ്പിക്കുക. കാരണം ബഡ്ജറ്റ് നിങ്ങൾക്ക് ഓരോന്നിങ്ങനെ വലുത് കാണുമ്പോൾ എനിക്ക് ഇന്നത് വേണം, നേരെ ബ്രാൻഡ് കാണുമ്പോൾ ഇന്നത് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ഫീച്ചർ ഫോക്കസ് ചെയ്യുക, ഇന്ന ഫീച്ചർ വേണം നോക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യുക. കാരണം മാർക്കറ്റിൽ ഇന്ന് ഇഷ്ടം പോലെ ബ്രാൻഡ്സിൻ്റെ TVകൾ അവൈലബിൾ ആണ്. സോ നമ്മൾ ഭയങ്കരധികം കൺഫ്യൂസ് ആവാനുള്ള ഒരുപാട് ചാൻസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടതിൽ. സോ മെയിനായിട്ട് നിങ്ങൾ ഒരു ബഡ്ജറ്റ് ഡിസൈഡ് ചെയ്യുക. ഈ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചർ വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൈസ് ആണെന്നെങ്കിൽ പറഞ്ഞാൽ ആ സൈസിനുള്ള കാര്യങ്ങൾ ഫിൽറ്റർ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ TV സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് TV സെലക്ട് ചെയ്യാം എന്നാണ്. അല്ലെങ്കിൽ ഈ സംശയങ്ങളാണെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ചാനൽ ദയവായി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോയിൽ